നിങ്ങളുടെ ടൂൾ ഹെൽപ്പ് ഡോട്ട് സെന്റർ കസ്റ്റം സപ്പോർട്ട് ടൂൾ ആണല്ലോ. അപ്പൊ അത് ഇപ്പൊ ഈ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്, പലതും വരുന്നുണ്ട്. അപ്പോൾ വെർ യു സീ ദിസ് ഓൾ ഗോയിങ്? ഇപ്പോൾ നിങ്ങൾ പുതിയ ടൂൾസിലാണെങ്കിലും കൊണ്ടുവരാൻ പോകുന്ന ഫീച്ചേഴ്സും ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഇപ്പൊ നമ്മളെ എല്ലാ പ്രൊഡക്ട്സും ഒരു നോ കോഡ് ടൂൾ ആ ഒരു ഇതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യാറ്. നോ കോഡ് എന്താണ്? നോ കോഡ് എന്ന് പറഞ്ഞാല് ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഇ-കൊമേഴ്സ് പ്രൊഡക്റ്റ്, ഒരു സ്റ്റോർ ഉണ്ടാക്കണം, ആൾക്കാർക്ക് ഓൺലൈനായിട്ട് സാധനം സെല് ചെയ്യണം. അപ്പം അതിന് പണ്ടുള്ള വേ എന്ന് പറഞ്ഞാൽ അതൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, അത് കോഡ് ചെയ്തിട്ട് ഉണ്ടാക്കണം എന്നുള്ളൊരു സംഭവമായിരുന്നു. പക്ഷെ ഇപ്പം അതിന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ടൂൾസ് ഉണ്ട്. അത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്, നിങ്ങൾ ജസ്റ്റ് 2 മൗസ് ക്ലിക്ക് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു നല്ലൊരു സ്റ്റോർ ഉണ്ടാക്കാം. അങ്ങനത്തെ കാര്യങ്ങൾ അതൊരു എക്സാമ്പിളാണ്. അതേപോലെ പല കാര്യങ്ങളും നമുക്ക് കോഡിങ് ഇല്ലാതെ തന്നെ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാര്യമാണ് നോ കോഡ്. അപ്പം നമുക്ക് നമ്മളെല്ലാ പ്രൊഡക്ട്സിലും അങ്ങനെ കോഡിങ് ഇല്ലാതെ എളുപ്പത്തിൽ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത് അങ്ങനത്തെ ഇതാണ് ചെയ്യുന്നത്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ ചെയ്ത കാര്യമാണ് ഹെൽപ്പ് ഡോട്ട് സെന്റർ എന്നുള്ള ഒരു കസ്റ്റമർ സപ്പോർട്ട് ടൂള്. ചാറ്റ് GPT വെച്ചിട്ടാണോ? ചാറ്റ് GPT വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ചാറ്റ് GPTന്റെ ഹൈപ്പ് വരുന്നതിന്റെ മുമ്പ് തന്നെ അത് ഡെവലപ്മെന്റ് തുടങ്ങിയിരുന്നു. ഓക്കെ. അപ്പൊ അത് നമ്മളെ തന്നെ ഒരു 5-6 പ്രൊഡക്ട്സ് റണ്ണിങ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എപ്പോഴും ഒരു പെയിൻ പോയിന്റ് ആയിരുന്നു നല്ലൊരു കസ്റ്റമർ സപ്പോർട്ട് ടൂൾ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ റിമോട്ട് ആൾക്കാർ കുറവാണ്, നമ്മൾ 5 പേരാണ് മൊത്തത്തിൽ ആ ടൈമിൽ ഹാൻഡിൽ ചെയ്തത്. അപ്പം അത്രയും കസ്റ്റമേഴ്സ്, തൗസൻഡ്സ് ഓഫ് കസ്റ്റമേഴ്സിനെ ഒരു 5 പേര് ലെസ് ഫണ്ടിങ് ഒക്കെ വെച്ചിട്ട് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നമ്മളേതായ യുണീക് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റമർ സപ്പോർട്ട് ടൂള് നമ്മൾ തന്നെ ഉണ്ടാക്കാന്ന് ഡിസൈഡ് ചെയ്ത് അങ്ങനെ വരുന്ന ടൈമിലാണ് ഈ ഒരു ചാറ്റ് GPT ഹൈപ്പ് അങ്ങനത്തെ കാര്യങ്ങൾ വന്നത്. അപ്പൊ അത് എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാമെന്ന് ആലോചിച്ച് അങ്ങനെ AI നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റി നമുക്ക്. എന്നിട്ട് ഞാനത് കാണുന്നത് ട്വിറ്ററിൽ ഒരു വൈറൽ ത്രെഡ് ആയിട്ടാണ്. സോ അത് ട്വീറ്റ് ചെയ്ത റീസണും അതിന്റെ റിസൾട്ട് എന്താക്കി കിട്ടി? അതെ, ഇപ്പം മാർക്കറ്റ് പ്ലേസിന്റെ പറഞ്ഞ പോലെ തന്നെ വേറൊരു നല്ലൊരു ചാനലാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ. നമ്മൾ എന്താണ് ഡെവലപ്പ് ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ട്വിറ്ററിൽ ഞാൻ നമ്മളെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ടൈമിൽ നല്ലൊരു ത്രെഡ് ഉണ്ടാക്കി ആൾക്കാർ റെലവൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ടാഗ് ചെയ്ത് കഴിഞ്ഞപ്പം അതെന്തോ വൈറലായി. അപ്പം അത്യാവശ്യം നല്ല ഇനീഷ്യൽ സെറ്റ് ഓഫ് യൂസേഴ്സ് അതിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ AI അത്യാവശ്യം നല്ല ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ടാഗ് ചെയ്തിട്ട് അങ്ങനെയാണ് അത് ഒരു സ്റ്റേജിലെത്തിയത്. ഇനി AI സംഭവം എങ്ങനെയാണ്? വേർ ഡു യു സീ ഇറ്റ്സ് ഗോയിങ്? ഇപ്പോൾ നേരത്തെ നമ്മൾ ഓഫ്ലൈൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വോയിസ് AI ജനറേറ്റഡ് ആക്കിയിട്ടുള്ള. അപ്പൊ അതിനെ പറ്റി ഒന്നും കൂടുതൽ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഓക്കെ, AI എന്ന് പറഞ്ഞാല് ഇപ്പൊ കറന്റ്ലി ഒരു ഹൈപ്പ് സ്റ്റേജ് എന്ന് പറയാം. എല്ലാവരും എന്തെങ്കിലും AI ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും എടുത്ത് ചാടുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാല് ആ ഒരു സാച്ചുറേഷൻ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാല് പിന്നെ അതായിരിക്കില്ല മെയിൻ ഒരു കാര്യം. അതൊരു സൈഡായിട്ട് AI എന്തായാലും വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ അതില് നമ്മൾ ഇപ്പം ഒരു AI പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിലും AI വെച്ച് എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുന്നതിന് പകരം നമ്മളെ എക്സിസ്റ്റിംഗ് പ്രോബ്ലം, ഒരു റിയൽ പ്രോബ്ലം, ഒരു കസ്റ്റമർക്ക് ഉള്ള പ്രോബ്ലം, അത് സോൾവ് ചെയ്യാൻ AI ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ആഡ് ചെയ്യാം. ആ രീതിയിൽ വേണം ആലോചിക്കാൻ. അപ്പം നമ്മള് അതേപോലെ ഹെൽപ്പ് ഡോട്ട് സെന്ററിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത കാര്യമാണ് ഒരു സെൽഫ് സർവീസ് കസ്റ്റമർ സപ്പോർട്ട് വേണം എന്നുള്ളത്. അത് ആൾക്കാരെ ഇൻവോൾവ്മെന്റ് ഇല്ലാതെ പെട്ടെന്ന് തന്നെ ആൻസേഴ്സ് കണ്ടെത്താനുള്ള ഒരു ഹെൽപ്പ് സെന്റർ വേണം എന്നുള്ളത്. അപ്പൊ അതിൽ AI വന്നപ്പോൾ അതൊരു റൈറ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോൾ AI ഉപയോഗിക്കണം എന്ന് വിചാരിച്ച് ഉപയോഗിക്കരുത്, പക്ഷെ അത് ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഉപയോഗിക്കാം എന്നുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത്. അപ്പം കുറച്ച് കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ പ്രൊഡക്ട്സിലും വൺ വേ ഓർ അനദർ വേ AI ഉണ്ടാവും എന്നുള്ളൊരു തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക് സ്റ്റാക്ക് എന്തൊക്കെയാണ്? ഈ മൈക്രോ കമ്പനികളുടെ പല പല പ്രൊഡക്റ്റുകളുണ്ട്, അപ്പൊ അതിലൊക്കെ കോമൺ ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് എങ്ങനെയാണ്? നമ്മൾ ജാവാസ്ക്രിപ്റ്റ് സ്റ്റാക്കാണ് എല്ലാം ഉപയോഗിക്കുന്നത്. അത് റിയാക്ട് മേൺ സ്റ്റാക്ക് എന്ന് പറയാം. അതെ, അപ്പം റിയാക്ട് നോഡ്, ആ ഒരു MongoDB, ആ ഒരു സംഭവം. അപ്പോൾ അത് ചൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എക്കോസിസ്റ്റം എന്ന് പറയാം. അത് നല്ല ആൾക്കാർ അവൈലബിൾ ആണ് അതിൽ ഹയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഭയങ്കര കട്ടിങ് അടിച്ച് ആരും ഉപയോഗിക്കാത്ത ടെക്നോളജി ഉപയോഗിച്ചാൽ പറഞ്ഞാൽ ആൾക്കാരെ കിട്ടാനും മെയിൻറ്റെയിൻ ചെയ്യാനും പ്രയാസം. ടീമിൽ പലരും വരാൻ പോകാം, ആ ഒരു കാര്യം ഉണ്ട്. അപ്പം അതിൽ ഏറ്റവും അപ്രോച്ചബിൾ ആയിട്ടുള്ള ടെക് സ്റ്റാക്ക് എന്നുള്ള രീതിയിൽ നമ്മൾ നോൺ സ്റ്റാക്ക് ചൂസ് ചെയ്തത്. അപ്പം അത് തന്നെയാണ് ഇപ്പം എല്ലാ പ്രൊഡക്ട്സും ആ ഒരു സ്റ്റാക്കിൽ തന്നെയാണ് റണ്ണിങ് ആയിട്ടുള്ളത്. ഓക്കെ.